ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ആലു മേത്തിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. പൊട്ടാറ്റോവും പിന്നെ ഉലുവയിലയും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആലു മേത്തി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. 1 ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം മാറ്റാം. പിന്നെ എടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ചെറിയ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. പൊട്ടാറ്റോ നന്നായിട്ട് വെന്തിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കണം. നമുക്ക് മൂടി തുറന്ന് നോക്കാം. പൊട്ടാറ്റോ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. പൊട്ടാറ്റോ വെന്തിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തവി ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും പൊട്ടാറ്റോ വെന്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഉലുവയില കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് മുറിച്ച് വെച്ചതാണ്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയി. നമുക്കിത് തുറന്ന് നോക്കാം. ഉലുവയിലൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഉലുവയിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആലു മെത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു മേത്തി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്